ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ കറി അരച്ച് വെച്ച കലം ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാണ് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ ഒന്നുകൂടി മാവ് പൊന്താൻ നല്ലതായിരിക്കും. അങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ചു. ഇനി ദോശയൊന്ന് ചുട്ടെടുക്കട്ടെ. ചെറിയൊരു പനിയും തലവേദനയൊക്കെയാണ് കേട്ടോ. ശരീരം മൊത്തം നല്ല വേദനയാണ്. അങ്ങനെ ഇപ്പാക്ക് ചായ കൊടുത്തിട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇപ്പാക്ക് പൂളറച്ച് കടാൾ കൂടെയൊക്കെ കൊടുക്കുന്ന ജോലിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഗുഡ്സ്. ഇപ്പാക്ക് 8:30 ആകുമ്പോഴത്തേന് കടാൾക്ക് എത്തിച്ചു കൊടുക്കണേ. അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ പോവും. ഇതാണ് കേട്ടോ എൻ്റെ അപ്പ. രാവിലത്തെ ചായ കൂടിയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാടത്തേക്ക് പോയി വെക്കാൻ കേട്ടോ. കുറേ തേങ്ങയൊക്കെ ചാടിയിട്ടുണ്ടാവും, അത് പൊറുക്കാൻ പോവാണ്. ഇതിൻ്റെ അനിയത്തിൻ്റെ മോളാണ്. എൻ്റെയും ഇമ്മാൻ്റെയും കൂടെ ഓളും പോന്നീനി. കണ്ടു കാന്താരി കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു. നമ്മളെ തോട്ടത്തിനരികിലെ തോടാണിട്ടത്. അന്ന് നല്ല മഴയുള്ള ദിവസത്തിലൊക്കെ വെള്ളം കയറിയതാണ്. മഴ തുടങ്ങണതിന്റെ മുന്നേ തെങ്ങിനൊക്കെ വളട്ടിങ്ങാണ്ട് തടക്കെ തുറന്നെടുത്തതാണ്. ഇപ്പം മഴ വന്നപ്പോൾ ആകെ അടിച്ചൊടി തുടച്ച പോലെ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ തേങ്ങ കിട്ടിയിട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോത്തിന് സോപ്പും പൊടിയൊക്കെ കൊണ്ടുവരുന്ന ആൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ സോപ്പും പൊടിയും അലക്ക് സോപ്പും കുളി സോപ്പും പാത്രം കഴുകണ സോപ്പൊക്കെ ഇവരടുത്ത് തന്നെയാണ് വാങ്ങല്. അങ്ങനെ പാടത്ത് പോയി വന്നിട്ടാണ് ചോറിന് വെള്ളം വെച്ചത്. ഇന്ന് വെണ്ടയ്ക്കും തക്കാളി ഇട്ടൊരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇന്നൊരു സൂതമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടി വെക്കണം. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ക്ലീനിങ് ആണ് കേട്ടോ.
ഇന്ന് വൈകുന്നേരം ഇപ്പാനെ എക്കോ എടുക്കാൻ പോവാനുണ്ട്. നിലമ്പൂർ ഡോട്ടേ സ്കാനിങ് കാണോ കേട്ടോ പോകുന്നത്. ഇപ്പൊക്കെ കാൽമുട്ടിന് തേയ്മാനാണ്. അപ്പൊ അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് എല്ലാ ടെസ്റ്റും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ വീഡിയോ നിർത്തില്ല. തിരിച്ചു പോന്നപ്പോൾ മുതിരിയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല കൊക്കവടിയും ചായ കേട്ടോ ഞങ്ങൾ കുടിച്ചത്. പിന്നെ പോന്നപ്പോൾ ഇമ്മാക്കും അനിയത്തിക്കൊക്കെ ഉള്ളത് പാർസലായിട്ട് വാങ്ങുകയും ചെയ്ത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.